പക്ഷേ ശബരിമല വിഷയത്തിൽ വമ്പൻ ടെസ്റ്റുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. നമുക്ക് തന്നെ അറിയാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഇറ്റലി ബന്ധം വരുന്നുണ്ട്. ഒരു 500 കോടിയുടെ രമേശ് ചെന്നിത്തല പറഞ്ഞത് വ്യവസായി ഡി മണി എന്ന് പറയുന്ന ഒരുത്തം വരുന്നു, അവനെ ചെന്നൈയിൽ നിന്നൊക്കെ പൊക്കിക്കൊണ്ടുവരുന്നു. ഇന്ന് രാവിലെ ഷിബു ബേബി ജോണിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് AI അല്ല എന്നാണ് 100% വിശ്വാസം. എന്തായാലും അദ്ദേഹം ഷെയർ ചെയ്യുമ്പോൾ AI ആയിരിക്കില്ല. പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് പോയ ചിത്രങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരുന്നില്ല. മൊത്തത്തിലെല്ലാം ഒരു അവ്യക്തതയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ 500 കോടി എവിടെ പോയി? പഞ്ചലോക വിഗ്രഹങ്ങൾ എങ്ങോട്ട് പോയി? ശബരിമലയിൽ അയ്യപ്പനുണ്ടോ? എന്താണ് മാഷെ ഈ ശബരിമല വിഷയം? ഈ പത്മനാഭസ്വാമി ക്ഷേത്രവും ഇവരെ കവർന്നെടുക്കാൻ അവിടുത്തെ വിഗ്രഹങ്ങളും കൊണ്ടുപോകാനായി പദ്ധതി ഇട്ടിരുന്നു. 1000 കോടിയുടെ പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ കക്കാനും മുക്കാനും കൊള്ളയടിച്ച് വിദേശങ്ങളിൽ കൊണ്ടുപോകാനുള്ള പദ്ധതികളാണോ ഇട്ടിരുന്നത്? അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു ഇവിടുത്തെ ഭരണകൂടവും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന്. നമുക്കാർക്കും ഒരു പിടിയും കിട്ടാത്ത തരത്തിൽ ഓരോ ദിവസം ഈ വിഷയത്തിൽ ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര്, എന്ത്, എവിടെ, എങ്ങനെ എന്ന് ഒന്നും വിശദീകരിക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് തുടങ്ങിയ ഒരു പ്രത്യേക ഘട്ടത്തിൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കടന്ന തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇത് അതിശക്തമായിട്ട് CPM-നെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്തത്. CPM ആണ് ഇതിൻ്റെ കൊള്ള, ഇതിൻ്റെ കേന്ദ്രം അവരാണ്. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇപ്പോൾ ഈ കാര്യങ്ങളെത്തും. കടകംപള്ളി സുരേന്ദ്രനെ ഉടനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ വാർത്ത നന്നായിട്ട് പരക്കുകയും അദ്ദേഹം നിലവിളിക്കുകയൊക്കെ ചെയ്ത് എന്നെ സ്വർണ്ണക്കള്ള എന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ വിലാപമൊക്കെ നടത്തി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാര്യങ്ങൾ മാറി അവസാനം സോണിയാഗാന്ധിയും അതേപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ അടുത്ത് നിന്ന് സ്വകാര്യം പറയുന്നത് എന്തൊക്കെ കൈമാറ്റം ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സോണിയാഗാന്ധി അവർ ഇതിനകത്ത് പ്രതിയാക്കുന്ന തരത്തിലേക്കുള്ള പ്രചാരണങ്ങൾ വന്നു. പിന്നെയാണ് നമ്മളെ ഡി മണി വരുന്നത്. ഡി മണി വന്നവരുടെ എല്ലാവരും കരുതിയത് വലിയ സംഭവം. രമേശ് ചെന്നിത്തലയുടെ ഒരു എന്താണ് വെളിപ്പെടുത്തലിൽ നിന്ന് കണ്ടെത്തിയ ഒരാൾ, അതെ, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ തരത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. ഇങ്ങനെ വെളിപ്പെടുത്തി എന്താണ് അവസാനമായിട്ട് വെളിപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമുക്കൊന്നും ഇതുവരെ ഒന്നും വ്യക്തമാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ദുരൂഹതകളിലേക്ക് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ്. ഇനി എത്രമാത്രം സ്വർണ്ണമാണ് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടതെന്നോ എങ്ങനെയാണ് അത് മോഷണം നടത്തിയെന്നോ ഇതുവരെയായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. SIT പെട്ടെന്ന് ഇതെല്ലാം ശരിപ്പെടുത്തും എന്ന് പറഞ്ഞ ആൾക്ക്, അപ്പോൾ നമ്മൾ കുതിര വെട്ടുമ്പോൾ പിന്നെ പോലെ ഇപ്പോൾ ശരിപ്പെടുത്താം എന്ന് പറയുന്നവരെ ശരിപ്പെടുത്തൽ എങ്ങും എത്താതെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് ഇപ്പോഴും ഒരു വ്യക്തതയും ആർക്കും ഇല്ല എന്നുള്ളതാണ്. ശരിയാണ്. ഇതിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നത്, ഇന്നലെ തന്നെ ഒരു ചാനലിൽ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം പറയുന്നത്, സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയെന്ന് കരുതി സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ സ്വർണം മുഴുവൻ കൊണ്ടുപോകാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണം മൊത്തം കൊണ്ടുപോകുമോ? അല്ലെങ്കിൽ കടകംപള്ളിയുടെ അടുത്ത് പോയാൽ ഇവരുടെയൊക്കെ അടുത്ത് ഇയാൾ എങ്ങനെ എത്തി എന്നുള്ളതാണ് ചോദ്യം. ഇവരുടെ അടുത്തെത്തി ഇവർ കൊണ്ടുപോയോ ഇല്ലെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇവിടെ മാധ്യമങ്ങൾ പ്രവർത്തകർ വേണ്ട. അത് അന്വേഷണ ഏജൻസിയുണ്ട്, ഹൈക്കോടതി കൃത്യമായി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടുപിടിക്കും. ഈ ഉന്നതന്മാരുടെ അടുത്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്നത് കരുണാകരൻ വരെ സോണിയാഗാന്ധിയെ കാണാൻ ഒരിക്കൽ കാത്തുകെട്ടി കിടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടേക്കാണ് Z കാറ്റഗറി സുരക്ഷയുള്ള ഒരു പിന്നെ എന്താ പറയുക, ഒരു പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതയായ ഒരു നേതാവിന്റെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ എത്തുന്നു. അടൂർ പ്രകാശിനോട് പിന്നെ അനുവാദം ചോദിക്കുന്നു, പിന്നെ സോണിയാഗാന്ധിയുടെ അടുത്ത് പോകണമെന്നുള്ളത്. അങ്ങനെ സോണിയാഗാന്ധി അനുവാദം കൊടുക്കണമെങ്കിൽ സോണിയാഗാന്ധിക്ക് ഈ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് എന്ന് അറിയണ്ടേ? അറിയാതെ വരുന്ന ഒരാൾക്ക് അവർ അനുവാദം കൊടുക്കുമോ? അടൂർ പ്രകാശ് കൊണ്ടുവരുന്ന ഒരാളാണെങ്കിൽ പോലും അവിടെ തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കുറവില്ലേ മാഷേ? ശരിയാണ്. സാധാരണ രീതിയിൽ ഇവരെ, അതായത് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ആർക്കാണ് പ്രവേശനം കിട്ടുക? വളരെ അടുപ്പമുള്ള വ്യക്തികൾക്കും അടുപ്പമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് സാധാരണ അവിടേക്ക് പ്രവേശനം ലഭിക്കുക. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. എന്തുകൊണ്ട് പോറ്റി എവിടെ, ആരാണ് പോറ്റി അവിടെ കയറ്റിയത് എന്ന് പറയുന്ന ചോദ്യം ഒക്കെ ഉയരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സ്വർണം കൊണ്ടുപോയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ സ്വർണം അടിച്ചെടുക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായിട്ടുള്ള പദ്ധതി നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ എങ്ങനെയാണോ സോണിയാഗാന്ധിയുടെ അടുത്ത് എത്തുന്നത് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ അടുത്ത് എത്തുന്നത്
അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത് എത്തുന്നത്? അതാണ് ആളുകൾ അന്വേഷിക്കുന്നത്. കാരണം ഇവനെപ്പോലുള്ളൊരു പെരുങ്കള്ളൻ എങ്ങനെ നിങ്ങളുടെ അരികിലേക്ക് വരികയും നിങ്ങളുടെ വിശ്വാസം നേടുകയും ചെയ്തു? വിശ്വസ്തനാണെങ്കിൽ മാത്രമല്ല അയാളിങ്ങനെ കയറ്റാനായിട്ട് പറ്റുള്ളൂ. അതെങ്ങനെ നടന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഉത്കണ്ഠയോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഇനി തിരഞ്ഞെടുപ്പിന് കുറച്ച് മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ തിരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം അല്ലാതെ പിന്നെ എന്താ പറയുക, വല്ലാത്ത രീതിയിൽ ഭരണപക്ഷത്തെ അത് അസ്വസ്ഥമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ ഫോട്ടോയൊക്കെ പ്രദർശിപ്പിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും, AI ഫോട്ടോയാണെന്നൊക്കെ പറയാം. അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും കർശനമായ നടപടികളിലേക്കൊന്നും കിടക്കില്ല. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ശബരിമല നന്നായി, കാരണം BJP-ക്കാർ ആരുടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫോട്ടോയും പുറത്തു വിടണം. ഇതുവരെ ആ ഫോട്ടോ ഒന്നും പുറത്തു വന്നിട്ടില്ല. BJP-ക്കാരുടെ ആരുടെ കൂടെയും ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ഒരു ഫോട്ടോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഇത് വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ഇപ്പൊ ചെന്നിത്തല കൊളുത്തിവിട്ട ചെന്നിത്തല ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചെയ്ത കാര്യമായിരിക്കാം, പക്ഷെ അത് നന്നായി പടർന്ന് കത്തുന്നുണ്ട്, നല്ല ആളി കത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതെങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത്? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയൊക്കെ കണ്ട ഒരു ട്രെൻഡ് അല്ല നമ്മൾ ഇത്തവണ കണ്ടത്. മൊത്തത്തിൽ വ്യക്തിപ്രഭാവമൊക്കെ മാറി ആളുകൾ കുറച്ചുകൂടി ഗൗരവമായി കാര്യങ്ങളെ കണ്ടറിഞ്ഞാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ ആളുകൾ നോക്കിക്കണ്ടത് എന്നുള്ളതാണ്. സാധാരണ വ്യക്തികളെ കണ്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ അതല്ല, അതിൽ നിന്നൊക്കെ ആ ട്രെൻഡൊക്കെ മാറി വന്ന ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ശബരിമല വിഷയം ബാധിക്കാൻ പോകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ശക്തമായിട്ടുള്ള രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശബരിമല വിഷയം മാത്രമല്ല, ഒട്ടനവധി വിഷയങ്ങൾ ശക്തമായ രീതിയിൽ ഭരണകൂടത്തിനെതിരെ പിണറായി വിജയനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇത്തരത്തിൽ UDF-ന് അനുകൂലമായി മാറിയത്. എന്നുവെച്ചാൽ ഒരു UDF തരംഗത്തേക്കാൾ ഉപരി LDF ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഫലനം എന്ന നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണേണ്ടത്. അവിടെ വ്യക്തിപ്രഭാവങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മികച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയും ഇല്ലാത്ത തരത്തിൽ ഇടതുപക്ഷത്തിനെതിരായിട്ട് ആഞ്ഞുവീറ്റിയ ഒരു കൊടുങ്കാറ്റായിട്ട് മാറി എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു കാറ്റ് ആഞ്ഞു വീശിയതിൻ്റെ ഫലമായിട്ടാണ് LDF എന്ത് ചെയ്ത് കടപുഴകി വീണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു മേൽക്കൈ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനുണ്ട്. അവരുടെ സംഘടനാ സംവിധാനത്തിൻ്റെയും അതേപോലെ സൂക്ഷ്മമായിട്ട് ഇടപെടലിൻ്റെയും ഒക്കെ ഫലമായിട്ട് അവർക്ക് ലഭിക്കുമായിരുന്ന ഒരു മേൽക്കൈയാണ് ഇവിടെ നഷ്ടപ്പെട്ടത്. ആ മേൽക്കൈ വളരെ കൃത്യമായിട്ട് തട്ടിമാറ്റുകയും വെട്ടിമാറ്റുകയും ചെയ്തത് അയ്യപ്പനാണ്. അതാണ് പ്രശ്നം. അപ്പോൾ അയ്യപ്പൻ അല്ലെങ്കിൽ ശബരിമല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി തീരുകയും LDF-നെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് പോറ്റി നിൽക്കുന്ന പടം വരുന്നത്. അതുപോലെ ആൻ്റോ ആൻ്റണി, അടൂർ പ്രകാശ്, ഈ ആളുകളൊക്കെ ഇങ്ങനെ ഈ പോറ്റിയെയും കൊണ്ട് ഇങ്ങനെ പോറ്റി നടക്കുന്ന കാഴ്ച കാണുന്ന. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ വരുന്ന സമയത്ത് ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരേപോലെ ശബരിമല പ്രതികൂലമായി ബാധിക്കുമ്പോൾ ആ ഇടയിൽ അതെന്ന് വെച്ചാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിലേക്ക് BJP കടന്നു വരാനും BJPക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാനും കഴിയും എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്.